നമസ്കാരം. നഗലേട്ടനല്ലേ? ആ സാർ കല്ലോക്കാൻ കല്ലെടുക്കാൻ ഒരുപാട് പേര് വരും. സാറിൻ്റെ ജീവിതത്തിലെ കരടെടുക്കാൻ ഒരാളെ വരും. സുരേഷ്, ക്യാപ്ഷൻ സുരേഷ്. ക്യാപ്റ്റൻ? ക്യാപ്റ്റൻ അല്ല, ക്യാപ്ഷൻ. ഈ അവസരമായി ക്യാപ്ഷൻ പറയുന്നുണ്ട് ആളുകൾ എനിക്കിട്ട പേരാണ് ക്യാപ്ഷൻ സുരേഷ്. ഇപ്പം പണകളിൽ ഒരു പണത്തൂക്കം മുന്നിൽ, നകുലൻസ് പണ ഇപ്പൊ ഉണ്ടാക്കിയത് കൊള്ളാല്ലേ? വൺ മിസ്റ്റർ ജിത്തു സാറിന്റെ ഫ്രണ്ട് അല്ലേ? പുള്ളിയാണ് സാറിന്റെ പ്രശ്നത്തെ പറ്റി പറഞ്ഞത്. ഞാൻ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ള. എന്ത് പ്രശ്നത്തിനെ പറ്റി പറഞ്ഞു വരുന്നത്? കുട്ടികളിലായിരിക്കുന്ന വലിയ കുഴപ്പമായിട്ട് ആൾക്കാർ കാണുന്നത്. സത്യത്തിൽ ആർക്കാ കുഴപ്പം? അല്ല, കുഴപ്പം ആർക്കായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ഫലപുഷ്ടിക്കാർക്ക് ഇതങ്ങനെ കാണാൻ പറ്റില്ല. എവിടെ ഫലപുഷ്ടിയുണ്ട് അവിടെ കുഞ്ഞുണ്ട്. അതാണ് ഇതിൻ്റെ ക്യാപ്ഷൻ. എഫക്റ്റ് തീരെ ഇല്ലാത്തതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒട്ടും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണിത്. ഇത് ഉപയോഗിച്ചൊരു 3 മാസത്തിനുള്ളിൽ റിസൾട്ട് ഉണ്ടാവും. നമ്മളിപ്പോൾ വേറെ ട്രീറ്റ്മെന്റിലാണ്. എന്താവശ്യത്തിന്? ഇതെല്ലാം തട്ടിപ്പാ. അതെല്ലാം തട്ടിപ്പാ. ഇതിന് വേറെ 4000 രൂപ ഉള്ളൂ. 4000 രൂപ കുഞ്ഞ്. അങ്ങനെ ഒരു ക്യാപ്ഷൻ ഉണ്ട് ഇതിന്. അല്ല, ഞാൻ വൈഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ജിത്തിനെ അറിയിച്ചാൽ പോരെ? വൈഫിന് ഒരു സർപ്രൈസ് കൊടുക്കാം. അവൾക്ക് സർപ്രൈസ് ഒന്നും ഇഷ്ടമല്ല. അപ്പൊ വേണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ നല്ലത് നായിക കയറത്തില്ല. നായികരണ പൊടി ഇട്ടിട്ട് സാറ് മേടിച്ചിട്ടുണ്ട്. ഹലോ. ആ ആ സാരില്ല, കരയില്ലേ? രണ്ടുപേരാ? എനിക്കായി പ്രഗ്നൻസി കിറ്റിൽ തെളിഞ്ഞ ആ 2 വര ശരിക്കും പറഞ്ഞ ഞങ്ങളെ ലൈഫിലെ മുന്നോട്ടേക്കുള്ള ഒരു ഗിയർ ചേഞ്ച് ആയിരുന്നു. നാട്ടുകാരെ ചോദ്യശരങ്ങൾ അങ്ങനെ നിന്നു. പിന്നീട് വന്നത് ചോദ്യങ്ങൾക്ക് ഒരുതരം വാദങ്ങളായിരുന്നു, അവകാശവാദങ്ങൾ. ഇപ്പൊ കമലാശേർത്തി പറഞ്ഞത് എന്തായി? സുകുമാരകൃതം വലിച്ചില്ലേ? കാര്യം നടന്ന കമലാശേർത്തിനെ കണ്ട പോലെ കാണാനെന്ന് മോൻ പറഞ്ഞിനെ. എല്ലാം നിങ്ങൾ പറഞ്ഞല്ലേ? ആയിക്കോട്ടെ. എന്റെ മോന്റെ വിശേഷായ നിന്റെ മോന്റെ വിസ വന്നോ? എല്ലാവരെയും കണ്ടു, എന്നെ മാത്രം എന്തുകൊണ്ട് കാണാത്തത് കൃഷ്ണ? ഇവിടുന്ന് സന്താന സൗഭാഗ്യന്ത്രം പോയിച്ചു ധരിച്ച ആർക്കും ബലം ലഭിക്കാതിരുന്നിട്ടില്ല. അത്രയ്ക്കും ശക്തിയുള്ള കൃഷ്ണനാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ പൂജാരിയുടെ കൈപുണ്യവും. നേർച്ച നടന്നത് മറക്കണ്ട. അമ്മ എടുത്തു അടണ്ടല്ലോ മുന്നില്. എന്റെ അമ്മേ, ഇങ്ങൊന്നേ ഇങ്ങൊന്നേ. അമ്മേ വന്നേ. എന്താടാ? കത്തിച്ചോ. നിങ്ങളധികം ആട് നിന്നാലേ വഴിപാടിന്റെ എണ്ണം കൂടും. അതാ. കത്തിച്ചോട്ടാ.
എടാ ഇങ്ങളൊക്കെ എന്നെ എത്ര മക്കാറാക്കിയിട്ടുണ്ട് എൻ്റെ ഓളെ പ്രസവത്തെ പറ്റി പറഞ്ഞിട്ട്. എടാ ഇങ്ങൾക്ക് അറിയാം ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച തന്നത് നിങ്ങൾക്ക്. എടാ ലേബർ റൂമിൽ നിന്ന് നേഴ്സ് വരും കുഞ്ഞുമായിട്ട് നമ്മളെ കാണിക്കാൻ. എടാ കുഞ്ഞിന്റെ മുഖാടാ ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച. എടാ അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിട്ടാ എൻ്റെ ഓൾ ഇങ്ങനെ പ്രസവിച്ചു കൂട്ടുന്നത്. എടാ ശുക്രേ, ലോകത്തിലെ ഏറ്റവും വലിയ വേന എന്തെന്നറിയാം എനിക്ക്? എന്താ? അത് പ്രസവേനയാണ്. അത് ഇനി ഒരിക്കലും അറിഞ്ഞാലേ എന്റെ കാഴ്ച കാണില്ല അതോടെ വെക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല. എല്ലാം കുളവും. ഈ ജോത്സ്യന്റെയും പൂജാരിയുടെയും പിന്നാലെ പോയിട്ടെ പണയിലെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. എൻ്റെ പണയം ബിസിനസിനെ കാട്ടി എത്രയോ വലുതാ ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത്. അതുകൊണ്ട് നേരത്തെ വഴിപാടൊക്കെ മര്യാദയ്ക്ക് ചെയ്തോണം. ഇതൊക്കെ ചെയ്യാൻ കാശിനല്ലേ വേണ്ടത്. അമ്മക്ക് ഇങ്ങനെ വെറുതെ നേർന്നാ മതിയല്ല. ഞാൻ ഇവിടെ കിടന്ന് നേർച്ചയായിരുന്നോണ്ട് തന്നെയാ ഓക്കായത്, അല്ലാതെ എന്റെ കേമത്തിനെ കൊണ്ടൊന്നും അല്ല. പലരും അവകാശവാദങ്ങളായി വന്നിട്ടുണ്ടെങ്കിലും അമ്മയുടെ ഈ മാസ് ഡയലോഗ് കേട്ട നകുലേട്ടനെ കണ്ടിട്ട് എനിക്ക് ചിരിയടക്കാൻ പറ്റിയില്ല. റഫീഖിന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് അലസിപ്പോയി. മാസാമാസം ചാർട്ടുമായിട്ട് വന്ന പോലെയാണ് കക്ഷിയുടെ ഇപ്പത്തെ മെയിൻ പണി. നകുല, കൊറേ പേര് അവകാശവാദമായി വന്നതും ഇനി കൈ നിറച്ചു കൊടുത്തതും നമ്മൾ അറിഞ്ഞിന്. ശരിക്കും പറഞ്ഞാ നമ്മളെ ചാട്ടല്ലേ പണിയൊപ്പിച്ചേ. ആടാ കറക്റ്റ്. എന്റെ ചാർട്ടാ പോലും കുഞ്ഞിന്റെ അച്ഛൻ. എന്നാ ഞാൻ പോയി കയറാം. അങ്ങനെ ചുരുക്കം പറഞ്ഞ കൊച്ചിനിപ്പോ അവകാശങ്ങൾ കുറെ ആയി അല്ലേ? നമ്മുടെ പാവം ഹോമിയോ ഔട്ട്. ഇതൊക്കെ പിന്നെ നമുക്ക് പതിവാ. എന്തായാലും കൺസീവ് ആയല്ലോ. നാട്ടിൽ നല്ലൊരു ഗൈനക്കോളജിനെ കാണിച്ചാൽ മതി. പല പിന്നെ തുടങ്ങിയോ? ഇല്ല. എന്നാ ശരി. പോ. എടീ രാജമ്മാടെ ഇല്ലേ? ആളനക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ നീയൊന്നും അറിഞ്ഞിട്ടേ? നകുലന്റെ ഒക്കെ പൊട്ടിയാ പോലൂ. പൊട്ടിയാ? ആ ഓക്കാ. ഓക്ക് എവിടുന്നത് കിട്ടിയേ? അതിന് നമ്മളെ നാട്ടിൽ ആരും ഇല്ലല്ലോ പൊട്ടി പിടിച്ചേ. എവിടുന്നാമോ കിട്ടീനെ? കുഞ്ഞിക്ക് ജീവൻ വെക്കുന്ന സമയ പഠിച്ചോനെ. പള്ളിയിൽ കുഞ്ഞില്ലപ്പോ പൊട്ടി പിടിച്ചാ കുഞ്ഞി പോകുന്ന ഉറപ്പല്ലേ? എനിക്ക് രാജമ്മേന്റെ കാര്യം ആലോചിക്കുമ്പോ ഓളെങ്ങനെയാ സഹിക്കുക എന്റെ റബ്ബേ. ഓക്ക് നല്ലോണം ഉണ്ടാ? നീ പോയിനാടാ? എനക്കവിടെ പോവാല. പണ്ടെനക്ക് വന്നോണ്ട് ഇനി വരൂലോ. എനക്കും വന്നിനി. ഇനി പോകുമ്പോ ഞാനും വരും. ഇത് വന്നതിന് ഞാൻ എന്താക്കില്ല നകുലേട്ട. നമ്മ ശ്രദ്ധിക്കാനിട്ടാന്ന് പറഞ്ഞ അമ്മ കൊറേ ചീത്ത പറഞ്ഞു. ഈ അമ്മാറൊന്നും കാര്യാക്കണ്ട. ഈ രാജ ഡോക്ടറിനെ വിളിച്ചോക്ക്. നകുലേട്ട, ഇത് വന്നോണ്ട് നമ്മളെ കുഞ്ഞിക്ക് എന്തെങ്കിലും കുഞ്ഞിക്ക് സംഭവിക്കാനടി. നീ ലേറ്റ് ആക്കാൻ ഡോക്ടറിനെ വിളിക്കും. ഹലോ ഡോക്ടറെ, ഞാൻ ശാലിനിയാണ്. പറഞ്ഞോ. ഡോക്ടർ, എന്റെ കയ്യിൽ നിന്ന് പൊന്തി വന്നിട്ടുണ്ട്. അത് ചിക്കൻ ബോക്സ് ആകുമെന്ന് ചെറിയൊരു സംശയം. ശാലിനി ഒരു കാര്യം ചെയ്യ്. ആ പൊന്തിയ ഭാഗം ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലേക്ക് ഞാൻ നോക്കിയിട്ട് പറയാം. പെട്ടെന്ന് അയച്ചോ. ഓക്കെ ഡോക്ടർ, ഞാൻ വിളിച്ചോളാം. ശരി. കാണിച്ചേ. അയച്ചിട്ടുണ്ട്. നാട്ടുകാരെല്ലാം അറിഞ്ഞിനി. എല്ലാരും പറയുന്ന അലസി പോകുന്നു. ചെയ്ത വഴിപാടെല്ലാം വെറുതെ പോവാനെ. അതിനിത് നാട്ടുകാരെ നല്ലല്ലോ തീരുമാനിക്കണം. ഡോക്ടറല്ലേ? എന്നാ ഞാൻ ഓളെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകും. അമ്മ ഇത് സാധാരണ അസുഖമൊന്നുമല്ലല്ലോ, ചിക്കൻ ബോക്സ് അല്ലേ? ഓള് ഡോക്ടർ വിളിച്ച കാര്യം പറഞ്ഞു.
തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. രാജമ്മേ വിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. ആരും ഇല്ല ഇവിടെ. വരുന്നുണ്ട് നിങ്ങളുടെ ചങ്ങായിമാര്. വെറുതെ വേണ്ടാത്ത ആരമ്പലം പറഞ്ഞ ഓളെ കരയിച്ചിന്റെ സ്വഭാവം മാറൂട്ടാ. ഒന്നും മിണ്ടാണ്ടി ഒരു കേക്കും. ഒരു കേട്ടാ എനിക്ക് എന്തെന്നിപ്പോ? ആ അല്ലപ്പാ എന്തെന്നാ ഈ കേക്കുന്നേ? ഓർത്തു ശാലിനി ഓളകത്ത് ഡോക്ടറോട് സംസാരിക്കുന്ന. ചായ എടുക്കാം. നീ അവസ്ഥയിൽ നിൽക്കുമ്പോ നമുക്ക് രണ്ടാക്കും ഒരു ഇറ്റ് വെള്ളം ഇറങ്ങുമോ രാജമ്മേ? ഡോക്ടർ ഇത് വന്നോണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? അതുകൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഒരു 10-13 ദിവസം കഴിയുമ്പോൾ കുരുക്കളൊക്കെ അങ്ങ് കരിഞ്ഞു പൊക്കോളും. ഇതല്ലേ ഓർത്തിക്കും ടെൻഷൻ അടിക്കാതെ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കേ. ഈ സമയം അമ്മ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നോ അത്രത്തോളം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഹാപ്പി ആവും. പിന്നെ കാർട്ടൂൺസ്, സോങ്സ്, ചെറിയ തോതിലുള്ള ഡാൻസ് ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി ഡോക്ടർ. ആ ഏടുന്ന കിട്ടിയെന്ന് ആർക്കറിയാം. വന്നപാടെ പനിക്കുന്നു. നോക്കുമ്പോണ്ട് കയ്യിൽ പൊന്തിന്. അതിന് ഇനി വിഷമിക്കണ്ട. നകുലൊരു ശാലിനി ചെറുപ്പമല്ലേ, അതങ്ങ് പോയാ പോട്ട്. നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു എന്റെ കുഞ്ഞ് അലസി പോകുന്നേ? ശാലിനി അകത്ത് പോ. അമ്മൊന്നും മിണ്ടാണ്ടിരിക്കമ്മേ. മോളെ നമ്മള് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞല്ലേ. എന്റെ കുഞ്ഞ് അലസി പോകുന്നു പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിക്കല്ലേ? ഇവരിപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം, ഇല്ലെങ്കിൽ നകുലേട്ടാ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ഇവളെ വായിലിരിക്കുന്ന കാക്കാനോ അമ്മ വന്നിന് എനിക്ക് എടുക്കുന്ന കഷ്ടം. ചിലപ്പോ ഓള് ചായ കാച്ചി കളിയുമ്പോ വെറുതെ അല്ല നീ ഇങ്ങനെ ആയിന്. ആദ്യം എന്റെ സ്വഭാവം നന്നാവണം. നിന്റെ പൊയ്ത്തം എന്തിനാ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാൻ നിൽക്കുന്നു? മനുഷ്യന്റെ മനസ്സമാനങ്ങളായിട്ട് മനസ്സമാധാനം പോവാനിടെ ഒന്നും ഉണ്ടായിട്ടില്ല നകുലേട്ടാ. ഡോക്ടർ പറഞ്ഞൊന്നും പേടിക്കാനില്ലാന്ന്. വെറുതെ അതും ഇതും ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ട് അസുഖം മാറുന്നവരെ സന്തോഷത്തോടെ നിൽക്കാനാ പറഞ്ഞത്. അതിനിടയിൽ എന്റെ കുഞ്ഞ് അലസി പോകുന്ന പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സന്തോഷിക്കില്ലേ? ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? കുഞ്ഞിനൊന്നും പറ്റൂലെന്ന് പറഞ്ഞു. കൃഷ്ണ കാത്തോട്ടെ.